ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ അറിയോ, നമ്മൾ ചെറിയൊരു ഡേമയിലേക്ക് കേട്ടോ, ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു ചെറിയ റെസിപ്പിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂൾക്ക് ലച്ചുവിന് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലച്ചു ഇറങ്ങിയിട്ടുണ്ട്, മുന്നിലേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. ആ സമയത്ത് നമ്മൾ എടുത്തതാണ്, ചെറിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഈ ഒരു ടൈമിൽ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഈ സ്കൂളിൻ്റെ ടൈമിൽ 9:30 to 10, 10:30 വരെ ഒരുപാട് വണ്ടിക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക, ഒരാളല്ലെങ്കിൽ ഒരാളിങ്ങനെ ആരെങ്കിലുമായിട്ട് കിട്ടുമ്പോഴേക്ക് 10:30 ആവും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വെച്ചുകൊണ്ട് എപ്പോഴും സ്കൂൾക്ക് പോകുമ്പോൾ ഒരു ദേശീയകാരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യം കാര്യമൊക്കെ കയറും. അങ്ങനെ നമ്മൾ സ്കൂൾക്ക് പോകുന്ന ഒരു വീഡിയോ മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സ്കൂളിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ. സ്കൂളിൽ ഞാൻ അധികം നിന്നിട്ടില്ല. കുട്ടീനെ മോളവിടെ ആക്കിയിട്ട് ലച്ചുവിനെ അവിടെ ആക്കിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഷോപ്പിൽ എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പിന്നെ അന്ന് രാത്രിയാണ് കേട്ടോ. രാത്രി ഇതാ ലച്ചു എഴുതണം വായിക്കണൊക്കെ ഓരോ വിശേഷങ്ങളാണ്. എഴുതുന്നല്ല, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലേ ഓരോ വർക്കുകൾ. ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ, അല്ലാതെ ലച്ചുവിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നത്. നമുക്കിന്ന് എന്താ പറയാ, രാവിലെ അതാണല്ലേ. ലച്ചുവിന്റെ വിശേഷങ്ങൾ ഉണ്ടാകുന്ന ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ലച്ചുവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചെലപ്പോ വരിക്കൂലാന്നോ, ചിലപ്പോ കളർ കൊടുക്കൂല, ചിലപ്പോ കളർ കൊടുക്കുന്ന അങ്ങനെയൊക്കെയാണ്. ലച്ചുവിന്റെ ലോകം അങ്ങനെയൊക്കെ. നോക്കട്ടെ ആ ലോകമുള്ള കുട്ടീനെ. ലച്ചു എന്ത് പണി, എഴുതുകയാണോ? ലച്ചു നല്ല എഴുത്തിലാണ് കേട്ടോ, കണ്ടില്ല എല്ലാവരും. ലച്ചു എഴുതുകയാണ്. അതുപോലെ എന്താ പറയുക, എന്തൊക്കെ എഴുതണം, മദ്രസാണോ എഴുതുന്നത്? കണ്ടില്ലേ ലച്ചു മദ്രസ. ഗുഡ് ഗേളാണ് ലച്ചു എഴുതുന്നത്, കണ്ടില്ലേ. ലച്ചു നല്ലോണം പഠിക്കൂല്ലേ ലച്ചു? പറഞ്ഞാൽ പഠിക്കുമോ? ലച്ചു പഠിക്കലും എഴുതലും എല്ലാം കൂടെ ആയിട്ടേ ടൈം. അപ്പം ഇന്ന് നമ്മൾ സ്കൂളിൽ പോയതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പം നല്ല നേരെ വൈകിന് സ്കൂൾ പോകാനില്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് പിന്നെ മെച്ചി കടയിലേക്ക് പോയി. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ടൈം. കടയിലാണെങ്കിലോ ഇന്ന് ആൾ കുറവായിരുന്നു. അപ്പം എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നാകെ പൊന്നൂൻ്റെ പൊന്നൂൻ്റെ മെച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരുമില്ല, പൊന്നൂൻ്റെ മെച്ചി. പിന്നെ അപ്പൂൻ്റെ അമ്മ അവിടെ അല്ലേ, സ്കൂളിലല്ലേ, അതുകൊണ്ട്. പിന്നെ മറ്റേ താത്താരെ ജിബുവിൻ്റെ മെച്ചി, അതുപോലെ ലിലുവിൻ്റെ എല്ലാവരും ലീവായിരുന്നു. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയില്ല. അല്ല പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചയായപ്പോൾ ആദിത്യൻ്റെ അമ്മ വന്നു. അപ്പോൾ ഇനി എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദിത്യൻ്റെ അമ്മനെ വിളിച്ചു. പൊന്നൂൻ്റെ അമ്മച്ചി ഒറ്റയ്ക്കാവില്ലേ ഷോപ്പിൽ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വിളിച്ചാണ് നമ്മൾ ബാങ്കിൽ പോയില്ലേ, നമ്മൾ രണ്ടാളും കൂടെ അല്ലേ. ബാങ്കൊക്കെ ലച്ചുവിന് അറിയാം അല്ലേ, ബാങ്കിലെ സേവനങ്ങളൊക്കെ അറിയാം എനിക്ക്, എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ലച്ചു എഴുതുകയാണ് കേട്ടോ. ലച്ചു നല്ല കുട്ടിയാണ്, എഴുതും വായിക്കും പഠിക്കും അല്ലേ. നല്ലോണം പഠിച്ചിട്ട് എന്താ ചെയ്യച്ചോ, നല്ലോണം പഠിച്ച് പിന്നെ എന്താവും, വലിയ കുട്ടിയാവും. പഠിച്ചുകൊണ്ടാണോ വലിയ കുട്ടിയാവുക? ഫുഡ് നല്ലോണം കഴിച്ചാലാണ് വലിയ കുട്ടിയാവുക അല്ലേ. ഏത് ഫുഡാണ് കഴിക്കണ്ടേ വലുതാവാൻ വേണ്ടിയിട്ട്? ഏത് ഫുഡാണ് അതും കൂടെ പറ. ഏത് ഫുഡാണ് കഴിക്കണ്ടേ? പുട്ട് കഴിച്ചാൽ വലുതാവുമോ? ശരി. പുട്ട് അതിന് എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമുണ്ടോ? വെറുതെ പറയരുത് കേട്ടോ. ഇഷ്ടമുണ്ട്. പിന്നെ ഏതൊക്കെ വലുതാവാനുള്ള എന്താ ഫുഡുകൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ. പറഞ്ഞോട്ടെ ഏതൊക്കെ?
വലുതാവാനുള്ള ഫുഡുകൾ ഏതൊക്കെയാ? വലിയ പുട്ട് മാത്രോ? അതിപ്പോൾ ഇന്ന് പുട്ട് കഴിച്ചു, അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഫുള്ള് പുട്ട്, വേറെ ഒന്നുമില്ല മൈൻഡിൽ. ഇന്ന് ഫുള്ള് ബാക്കിയൊക്കെ മൈൻഡ് ബ്ലാങ്കാ. ഓ ചേച്ചി ചിത്രം വരച്ചെന്ന് കാണാല്ലേ? അത് വേറെ ബുക്കിലേക്ക് കഴിഞ്ഞ് ഇത് എനിക്ക് കാണിച്ചെന്നില്ലേന് വണ്ടിയിൽ നിന്ന്. അത് ആ ബുക്കിലാവൂലേ, മറ്റേ ബുക്കിൽ ഏതെങ്കിലും നോക്കാം, അല്ല തിരഞ്ഞു നോക്ക്. ചേച്ചിനോട് നാളെ ഒന്നും കൂടെ വരച്ചു തരാൻ പറയണ്ടി. നാളെ സ്കൂളും ഇല്ലല്ലോ അല്ലേ? ചേച്ചി ചിത്രം വരച്ച നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ അതല്ലേ ചേച്ചി വരച്ച്? ഓ ചേച്ചി എന്തൊക്കെയാ വരച്ചാണ്? ഇതെന്താ വരച്ച്? ആ വീടോ? ഇത് ചേച്ചീൻ്റെ വീടാണാവോ? ആണോ ചേച്ചീൻ്റെ വീടാ? ആ കുട്ടീൻ്റെ വീടാ. ആ കുട്ടി എന്താ ബാക്ക് തിരിഞ്ഞിക്കുക? ആ ഓണായതുകൊണ്ട് അല്ലേ പട്ടുപാവാടൊക്കെ ഇട്ടിക്കണ്? ആണോ? ഓണല്ലേ? ഓണാഘോഷത്തിന് എനിക്ക് എന്താ വേണ്ടേ ഡ്രസ്സ്? എന്ത് ഡ്രസ്സാണ് വേണ്ടേ ഓണത്തിന്? ആ പട്ടുപാവാട എനിക്കില്ല, ഇവിടെ മതിയല്ലോ. ഇനി പുതിയതൊന്നും. ഉടുപ്പ് ഇഷ്ടം പോലെ ഉണ്ട്, വേണ്ട ഇനി. അതും ഉണ്ട്. അതൊന്നും എനിക്ക് ഇട്ടാൽ ബുദ്ധിമുട്ടാവും, പാൻറ്റും കുപ്പായൊക്കെ ഇട്ടാൽ കേട്ടോ. എന്നാ പട്ടുപാവാട തന്നെ ആയിക്കോട്ടെ അല്ലേ? അവിടെ ഉള്ളതുണ്ടല്ലോ നമ്മൾ ഫാഷൻ ഷോക്ക് എടുത്ത പോരെ. വേദന ലച്ചുവിന് ഓരോ ഡ്രസ്സിന് ഓരോ കാര്യങ്ങളാണ് കേട്ടോ. പട്ടുപാവാട ഇട്ടാൽ വേദനിക്കും. എവിടെ വേദനിക്കണ്? എങ്ങനെ? ആ ആ വേദന ഉണ്ടോ? ആ ആ ആ അത് ശരി. അപ്പം അതുകൊണ്ട് ഇത് വേണ്ട അല്ലേ? പിന്നെ പാൻറ് ഇട്ടാലും ഇപ്പം അങ്ങനെ തന്നെ അല്ലേ? ടൈറ്റ് ആയിരിക്കൂലേ അത്? എനിക്ക് ഉടുപ്പ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അല്ലേ? ബാക്ക് തിരിഞ്ഞേക്കുക. അത്രയുണ്ടോ? ആ ചേച്ചി പറഞ്ഞെന്നാ? ചേച്ചി കണ്ടിണാവോ ഈ കുട്ടീനെ ഒറിജിനലായിട്ട്? ഇത് എന്താ കുമ്പളങ്ങ പോലെ വെക്കണ കുട്ടീൻ്റെ തലേ? ബലൂണ് അങ്ങനെ. ആ ശരി, അങ്ങനെയാണല്ലേ വീട് ഇതല്ലേ? വീടിൻ്റെ അത് ചാവി മോഡലാണ് ഡോറ്. വീടിന് കളർ കൊടുക്കണ്ടേ? എന്ത് കളറാ കൊടുക്കുക? ആയിക്കോട്ടെ, നമ്മളെ വീടിൻ്റെ കളർ കൊടുക്ക്. നമ്മളെ വീടിൻ്റെ കളർ കണ്ടില്ലേ? വൈറ്റ്. മഞ്ഞ കൊടുത്തോന്നാ? വാതിലിന് ഏത് കളറാ അവിടെ ഡോറിന്? ഓറഞ്ചാ? ചോപ്പ് വാതില? ഇത് ചുവപ്പാണോ? ഇത് കാപ്പിയല്ലേ? കാപ്പി കെച്ചോ? ആ സ്കെച്ച് പേന. അങ്ങനെ കറുപ്പുള്ളൂ. അപ്പൊ കറുപ്പ് കൊടുക്കണം. കറുപ്പ് കൊടുത്താൽ മതിയല്ലോ. ആ ഡോറിൻ്റെ അതേപോലെ കൊടുത്തളാം. ഇല്ലാത്ത സാധനം നമ്മൾ പറയാതെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യല ചെയ്യാം. അവൾക്കറിയില്ല, അപ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തൂടെ എനിക്ക് എഴുതാൻ?
ഏത് വീടോ? ചേച്ചിക്കെന്നെ കോൺഫിഡൻ്റ് ഇല്ല. നല്ല രസമുണ്ടോന്നോ? അടിപൊളിയാണെന്നോ? അങ്ങനെ പറഞ്ഞ ചേച്ചി? അത് ശരി. എന്നിട്ട് എന്താ പറഞ്ഞേ? രസമുണ്ട് പറഞ്ഞോ? അടിപൊളിയാണ്. കുത്തി വര എങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഒരു വർഷത്തെ നോട്ട്ബുക്ക് ഫുള്ള് നമ്മൾ കുത്തി വരച്ച് കളഞ്ഞില്ലേ? അപ്പോൾ എന്താണ്, ഇനി നമുക്ക് നോട്ടിൻ്റെ കമ്പനി തുടങ്ങേണ്ടി വരും. നോട്ട്ബുക്ക് ഉണ്ടാക്കണ കമ്പനി തുടങ്ങിയാൽ കുത്തി വരക്കുക, ചിത്രം വരക്കുക. ഈ വർഷം ഞാൻ എനിക്ക് എത്ര നോട്ട്ബുക്ക് വാങ്ങിയെന്ന് എനിക്കറിയോ? വല്ല കണക്കുണ്ടോ? എത്ര എണ്ണം വാങ്ങി? എത്ര എണ്ണം വാങ്ങി? അറിയണം. 1 2 3 4 5 5 നോട്ട്ബുക്ക് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ആർക്കാണാവല്ലേ? 1 2 3 4 5 6 7 8 9 10. അതിൻ്റെ അപ്പുറത്തേക്ക് പഠിച്ചിക്കണോ? എത്ര വരെ പഠിച്ചു നോക്കട്ടെ? 10 കഴിഞ്ഞാൽ എത്ര? പിന്നെ 12, പിന്നെ 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 20 ഇല്ല. പിന്നെ 21 22 23 24 25 26 27 28 29. പിന്നെ 29 കഴിഞ്ഞാൽ 29 കഴിഞ്ഞാൽ 9ഓ? ആരെനിക്ക് കണക്ക് പഠിപ്പിച്ചെന്ന്? 29 കഴിഞ്ഞാൽ 30. എത്രയാണ്? 30. അതാണ്. 30 വരെ പഠിച്ചൂലേ? ഇപ്പോൾ 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ 30 വരെ അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഇതാ. നമ്മൾ രാവിലെ പുറത്തേക്കുള്ള ഡോറൊക്കെ തുറന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി നിന്നതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലേക്കാണ് കേട്ടോ. അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടുവരും കേട്ടോ. രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പുറത്തേക്കൊന്ന് പോയി വന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ലച്ചു നല്ല ഉറക്കത്തിലാട്ടോ. ലച്ചു എണീറ്റിട്ടില്ല. അപ്പം ബുക്കുകളൊക്കെ ഇന്നലെ വൈകുന്നേരം രാത്രി ഇവിടെ വാരി വെതറിയിട്ടിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ എത്ര എടുത്ത് വെക്കാൻ പറഞ്ഞാലും എടുക്കില്ല. ഏതാണ് പഠിക്കുകയാണെന്നുണ്ട് മൊത്തം ഇവിടെ എടുത്തിട്ടിട്ട് വെക്കും. പിന്നെ രാവിലെ നമുക്കതൊരു പണിയാണ് മൊത്തത്തിൽ. അങ്ങനെ ബുക്സൊക്കെ എടുത്ത് മാറ്റിയാണ്. ആൾ നല്ല ഉറക്കത്തില്ല. പക്ഷെ ആളെ അടുത്തുണ്ടാവും കേട്ടോ ബുക്കും ബാഗൊക്കെ. കണ്ടോ? ബുക്കുണ്ടാവും അടുത്ത്, അതുപോലെ ബാഗ് ഉണ്ടാവും ഈ സൈഡിൽ. അങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്നിട്ടോ. പുറത്തുള്ള ആ ഒരു വ്യൂ ഉണ്ട് രാവിലത്തെ, അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കുറേ സമയം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും.
കണ്ടില്ലേ രാവിലെ ആ ഒരു ആകാശവും അതുപോലെ തെളിഞ്ഞ ആകാശം, മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. തെളിഞ്ഞ ആകാശമൊക്കെ ഇങ്ങനെ കണ്ട് അതുപോലെ ആ തെങ്ങോലകൾക്കിടയിലൂടെയുള്ള പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കൂട്ടോ. അതൊരു നല്ലൊരു മനസ്സിനൊരു കുളിർമയുള്ളൊരു വൈബാണ് കേട്ടോ. തിങ്കളാഴ്ച ആകുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്, രാവിലെ ഒരാഴ്ച തുടങ്ങുന്ന ദിവസം പറഞ്ഞാൽ നല്ലൊരു ഡേ ആയിരിക്കാൻ ആണല്ലോ നമ്മൾക്കൊക്കെ ആഗ്രഹം. പക്ഷേ അന്ന് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്കൊരു ഉഷാറ് ഉണ്ടാവില്ല. ഈ ഫ്ലവർ കണ്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റിനോട്, എന്താണെന്നറിയില്ല, വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം അതേപോലെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ കരഞ്ഞ് അങ്ങനെ വാങ്ങിച്ചൊരു ഫ്ലവറാണ് കേട്ടോ. ഇതിന് എപ്പോഴും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും, ഈ ഫ്ലവറിൽ ഇങ്ങനെ എപ്പോൾ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നോക്ക് കേട്ടോ. ചീയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ എടുത്ത കുറച്ച് മാവല്ലുണ്ട് കേട്ടോ, ഒന്ന് അരച്ച് വെച്ച്. അപ്പോൾ അതിന് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്നലെ ലച്ചുവിന് എന്നും ചീയപ്പം വേണമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുക കേട്ടോ. ചോറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. എന്താ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, അത് എടുത്ത് പുറത്തേക്ക് വെക്കുക. താരാട്ട് പാട്ടോളം മധുരമുള്ള ഒരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. അമ്മ പാട്ടോളം മധുരമുള്ള ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. പക്ഷേ നമ്മൾ രാവിലെ നേരത്തെ ആ വീഡിയോയിലൊക്കെ ഇതങ്ങനെ കാണിച്ചു തന്നില്ല. ഇതെന്താ അറിയോ, ഈ ഒരു രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ അടുക്കളയിൽ നല്ല ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോഴല്ലോ ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ചെടിയിൽ നമുക്ക് പൂവൊക്കെ വിരിഞ്ഞു കേട്ടോ, കണ്ടില്ലേ. ഇത് വെള്ളത്തിലാണ് കേട്ടോ, മണ്ണൊന്നുമില്ല, വെള്ളത്തിൽ ഇങ്ങനെ വേരുണ്ടായിട്ട് കണ്ടോ, ഇതിൽ നല്ല പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ചെടി നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക
ഇത് കണ്ടോ നമുക്ക്, ഇത് പ്ലാന്റ് വെച്ച ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇതെന്താ അറിയോ, ഇത് ഈ റിൻസൻ്റെ നമ്മൾ എന്താ വാഷിംഗ് മെഷീനിൽ വെക്കണ റിൻസൻ്റെ ആ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം അത് വെറുതെ കളയണ്ടേ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ അതുപോലെ ചെറിയ എന്തെങ്കിലും ഡാമേജുള്ള ഗ്ലാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിലൊക്കെ എന്തെങ്കിലും ചെടികൾ വെച്ചുകൊണ്ട് കേട്ടോ. എന്തില്ലേ ഇതിനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക. അപ്പോൾ അപ്പോൾ നമ്മൾ ചായയും അതുപോലെ കടികളൊക്കെ ആയിട്ടോ, സിയപ്പൊക്കെ ഉണ്ടാക്കി. ലച്ചു ഇതവിടെ അപ്പം ലച്ചു നല്ല ജലദോഷമുണ്ട്, ചുമ ഉണ്ട് ലച്ചു അല്ലേ. ഇന്നലെ നല്ല തോട്ടിൽ പോയി കുളിച്ചു, അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഭയങ്കര ക്ഷീണത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് എന്നാൽ സിയപ്പ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എന്താണ്ടോ സിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തലേദിവസത്തെ കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ കറി അത് മതി. പിന്നെ ആ മീൻ കുറച്ചുള്ളത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, നമ്മൾ മുരിങ്ങ ഉപ്പേരിയാണ് കേട്ടോ. മുരിങ്ങേൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ആ മുരിങ്ങേൻ്റെലൊക്കെ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ ചതച്ച് വെച്ചു കേട്ടോ. പിന്നെ എന്താ ചട്ടിയിൽ കുറച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് 1 ടീസ്പൂൺ കുറച്ച് കടുക് കേട്ടോ, ആവശ്യത്തിന്. ടീസ്പൂൺ പറയാനില്ല, കുറച്ച് കടുക് ഇട്ടു. ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് മീൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കടുക് പൊട്ടി വരുന്നേ. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടി വന്ന് ഒട്ടി റെഡി ആക്കി. അതിലേക്ക് നമ്മൾ മുരിങ്ങേൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുരിങ്ങേൻ്റെ ഇലയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല പോഷക ആണല്ലോ നമുക്ക് മുരിങ്ങേൻ്റെ ഇലയിൽ, ഒരുപാട് പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊന്നും നമുക്ക് കഴിക്കൂല. ഇപ്പോൾ മക്കൾ ഇപ്പോൾ ഇവിടെ തന്നെ ലച്ചും ഒന്നും കഴിക്കൂല കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് മുട്ട പൊരിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഇലവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുള്ള ആ ഒരു പ്രോട്ടീനും കാര്യമൊക്കെ കിട്ടുള്ളൂ. ഇതുണ്ടോ. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിന് മാത്രം. കയ്യിൽ ഫോണും എല്ലാമായിട്ട് കാണുന്നുണ്ടാവില്ല അല്ലേ, ക്ലിയറായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. മുരിങ്ങേൻ്റെ ഇലക്ക് അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പിന്നെ ടേസ്റ്റി ആയ ഹെൽത്തി ആയൊരു ഉപ്പേരിയാണ്. ഇതുണ്ടോ, മുട്ട ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ റെഡിയാക്കി ഇതിങ്ങനെ ചിക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതുപോലെ ഈ മുരിങ്ങേൻ്റെ ഇലയും മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. സോറി. അടിപൊളി, കാണാനും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. ലച്ചാ ലൈറ്റ് ഒന്ന് പോയിട്ട് എന്താ കാണില്ലല്ലോ ഒന്ന്. മുട്ട എൻ്റെ കയ്യിലാകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ്. മുട്ട കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 മുട്ടെങ്കിലും വേണം, എന്നാലുള്ള നമുക്ക്. ലച്ചുവിനാണെങ്കിൽ ഭയങ്കര ചുമ. അത് ബോച്ചട്ടിയാണ് വെച്ചോ. പിന്നെ ഇതാ നമുക്ക് തേങ്ങയും പച്ചമുളകും, പിന്നെ അതുപോലെ അത് കാണിച്ചു കൊടുക്കുക. ലച്ചു ഇതാട്ടോ ബോച്ചട്ടി വാങ്ങിയിരുന്നു, അപ്പോൾ അത് കാണിക്കുകയാണ്. കണ്ടു കേട്ടോ എല്ലാവരും. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടട്ടെ അല്ലേ, 10 ലക്ഷം അല്ലേ. അപ്പോൾ എന്താ തേങ്ങ പച്ചമുളക് ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനക്കല്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറുന്നാൻ, വേറെ കൂട്ടാനൊന്നും വേണ്ട. ചോറും കറികളൊക്കെ ആയിട്ടോ. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇതുണ്ടോ
ഇതാണ് നമ്മൾ ഉപ്പേരി കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഹെൽത്തി ആയതാണ്. അപ്പോൾ ഇതെല്ലാവരും എന്താണ് ട്രൈ ചെയ്താൽ നോക്കുക. ഇലയിലും തന്നെ ഒരുപാട് പ്രോട്ടീനുകൾ അടങ്ങിയതാണ്. അതുപോലെ മുട്ടയും തേങ്ങയും വേറെ ഒന്നുമില്ല. അടിപൊളി എന്താണ് ഉപ്പേരിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തയക്കാനും ഒക്കെ, കാരണം കാണാൻ ഒരു ഭംഗി ഉണ്ടായ കുട്ടികൾക്കും തന്നെ അത് കഴിക്കാനും ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഓണത്തിനുള്ള പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാ ജമന്തിയൊക്കെ കണ്ടോ, ഇതാണ് വൈറ്റ് ജമന്തി കേട്ടോ. അപ്പോൾ കുറച്ച് പൂവുകളൊക്കെ വിരിഞ്ഞില്ലേ ലച്ചു. അപ്പോൾ ലച്ചുവിന് ചുമയാണ്, നല്ല ചുമ ഉണ്ട് കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ ലച്ചു സമ്മതിക്കൂല അല്ലേ ലച്ചു. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ റെഡി ആക്കുകയാണ് അല്ലേ ലച്ചു. വണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ പറഞ്ഞാൽ എല്ലാവരോട് കുറേ ദിവസമല്ലേ സംസാരിച്ചിട്ട്. പറയേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമൊക്കെ പറഞ്ഞത് ഇല്ല. ഇൻട്രോ ഒന്നും പറയലില്ല. ഇപ്പോൾ ഭയങ്കര മടിയാണ് അല്ലേ. മടിയില്ലെങ്കിൽ മടി ഇല്ലാത്ത കുട്ടികൾ പറയും. ആ ആണോ, അത് ശരി. പറയുമ്പോൾ ചുമ ഉണ്ടായിട്ടാണ് അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ഓണമൊക്കെ അല്ലേ, അത്തൊക്കെ ആയപ്പോൾ നമ്മൾ വൈറ്റ് ആട്ടെ അല്ലേ എച്ചോ. എച്ചുവിന് യൂണിഫോമാട്ടോ. എച്ചുവിന് വേറെ യൂണിഫോം വേറെ ഏത് ഇടാൻ പറ്റൂല. ഇന്ന് യൂണിഫോമാണ്, തിങ്കളാഴ്ചയല്ലേ അല്ലേ എച്ചു. ലച്ചു സ്കൂൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അച്ചോ. അമ്മച്ചി കടയിക്കും. അമ്മച്ചി കടയിക്ക്. അമ്മച്ചി കടയിക്കെന്ന് ഇജ്ജ് പറഞ്ഞപ്പോൾ അതേപോലെ പറഞ്ഞതാണ് ഞാൻ. എന്താണ് ആ വണ്ടി വരാത്തല്ലേ, കുറേ ടൈമായില്ലേ. നേരെ വൈകും. ഇന്നിപ്പോൾ സ്കൂളില്ലേന്ന് വയ്ക്കും. അത്രത്തോളം അയക്കണ സമയം. ടവലെന്തേ എന്തൊരു ചുമച്ചോ. മരുന്ന് കുടിക്കാത്തതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ കാണിച്ചിട്ട് അല്ലേ. വണ്ടി വരുന്നുണ്ട് കിട്ടുന്നോ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമൻറ്റ് എന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എളങ്കൂർ നമ്മുടെ PHSയിൽ, അതായത് ഹെൽത്ത് സെൻറ്ററിൽ കാണിക്കാൻ വേണ്ടി പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ്. പൂക്കളിടലും ആ പൂക്കളത്തിൻ്റെ ചുറ്റും. ലച്ചുവിനെ അവിടെ ചെന്നപ്പോൾ പനിയൊക്കെ അസുഖമൊക്കെ മാറി ഡോക്ടർ കാണിക്കാൻ ചെന്നപ്പോൾ ആ പൂക്കളം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. അപ്പോൾ അവിടെ നല്ല പ്രോഗ്രാമും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വാ ഡോക്ടർ കാണിക്കുക. ടോക്കണായി നമ്മൾ.